ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിന് വളരെയധികം സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്റർവ്യൂ ക്വസ്റ്റനെയർ എന്ന് പറയുന്നത്. ചോദ്യാവലി തയ്യാറാക്കാനാണ് ഇവിടെ നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്തല്ലേ അയാളോട് ചോദിക്കാൻ പറ്റുന്ന കിടിലൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് എഴുതി തരാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്തല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആളുടെ ഫീൽഡ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കണം. അയാൾ ഏത് ഫീൽഡിലാണ് എക്സ്പേർട്ട് ആയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത്. അല്ലാതെ വളരെ പേഴ്സണലായ നിസ്സാരമായ ചോദ്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ രാവിലെ എന്താ കഴിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുട്ടും കടലയും ഇഷ്ടമാണോ, നിങ്ങൾക്ക് ദോശ ഇഷ്ടമാണോ, അല്ലെങ്കിൽ നിങ്ങൾ കാറിനാണോ ബസ്സിനാണോ ഇവിടെ വന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സില്ലിയായ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കുക. അതിന് പകരമല്ലേ അവർ എന്ത് ഫീൽഡിലാണോ എക്സ്പേർട്ട് ആയിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഞാനൊരു മോഡൽ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രിപ്പയർ എ സെറ്റ് ഓഫ് 6 ക്വസ്റ്റ്യൻസ് ഫോർ ആൻ ഇന്റർവ്യൂ വിത്ത് മലാല യൂസഫ്സായ്. മലാല യൂസഫ്സായ് ഏത് അല്ലെങ്കിൽ ഏത് ഫീൽഡുമായിട്ടാണ് അവർ എക്സ്പേർട്ട് ആയിട്ടുള്ളത് നമുക്കറിയാം. അവർ ഗേൾസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ചെയ്തിരുന്ന, അതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡപ്പ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടത്. കവറിംഗ് എ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട്, ഇൻസ്പിറേഷൻ, അഡ്വക്കസി ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ ആൻഡ് അഡ്വൈസ് ടു യങ്സ്റ്റേഴ്സ്. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. Could you tell us briefly about your early life and family in Swat Valley? ഇതൊക്കെ നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവരുടെ എക്സ്പെർട്ടീസ് ഏത് ഫീൽഡിലാണ്, അല്ലെങ്കിൽ അവർ ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ ഫേമസ് ആയിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ സ്വാറ്റ് വാലിയിൽ നിങ്ങളുടെ ഒരു ഏർലി ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാം. വാട്ട് ഇൻസ്പയർഡ് യു ടു ബിഗിൻ സ്പീക്കിംഗ് അപ്പ് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ അറ്റ് സച്ച് എ യങ് ഏജ്? ഇത്രയും ചെറിയൊരു പ്രായത്തിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ, സ്പീക്കപ്പ് ചെയ്യാൻ നിങ്ങൾ ഇൻസ്പയർ ചെയ്യിപ്പിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രചോദനം തന്നത് എന്താണ്, ആരാണ്? How did your father influence your passion for learning and leadership? നിങ്ങൾക്ക് പഠിക്കാനും അല്ലെങ്കിൽ നേതൃത്വ നിരയിലേക്ക്, ലീഡർഷിപ്പിലേക്ക് വരാനൊക്കെ അല്ലേ നിങ്ങളുടെ അച്ഛൻ, ഫാദർ എത്രത്തോളം നിങ്ങൾക്ക് പ്രചോദനം തന്നിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? മൂന്നാമത്തെ ചോദ്യം. 4. What challenges did you face while advocating for girls' right to study? പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിലനിന്ന സമയത്ത്, നിങ്ങൾ സ്റ്റാൻഡപ്പ് ചെയ്ത സമയത്ത് നിങ്ങൾ നേരിട്ടിരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ഇതത്ര എന്താണ് കോണ്ടെക്സ്ച്വൽ ആയ ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്, അവർ ഏത് ഫീൽഡായിട്ടാണോ എക്സ്പെർട്ട് ആയിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഹൗ ഡിഡ് ദി അറ്റാക്ക് ചേഞ്ച് യുവർ മിഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ? അവരൊരു അറ്റാക്ക് നേരിട്ടിരുന്നു അല്ലേ, അപ്പോൾ നിങ്ങളുടെ ഈ ഒരു മിഷൻ, നിങ്ങളുടെ ഈ ഒരു ലക്ഷ്യത്തിനെ അതെങ്ങനെ ബാധിച്ചു? അതുപോലെ ഡിറ്റർമിനേഷൻ എന്ന് വെച്ചാൽ എന്താ? ദൃഢനിശ്ചയം. നമ്മൾ ഒരു പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് സർവ്വതും കൊടുക്കുന്നതാണ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. അതിൽ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. ആൻഡ് ഫൈനലി, വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു യങ് പീപ്പിൾ ഹു വാണ്ട് ടു മേക്ക് എ പോസിറ്റീവ് ഡിഫറൻസ്? ലോകത്തിലെ ഒരു നല്ല ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന യുവാക്കൾ അല്ലെങ്കിൽ യുവജനതയ്ക്ക് നിങ്ങൾ എന്ത് അഡ്വൈസാണ് അല്ലെങ്കിൽ ഉപദേശമാണ് കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടില്ലേ നമുക്ക് ഈ 6 ചോദ്യങ്ങൾ ഫിനിഷ് ചെയ്യാം. മിക്കവാറും 6 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിനായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ 4 മാർക്കിനാണെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക, 6 മാർക്കിനാണെങ്കിൽ 6 ക്വസ്റ്റ്യൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണോ? ഇപ്പം തന്നെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഉപകാരപ്പെടുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.